ഹായ് എവ്രി വൺ. സോ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് എനിക്കിങ്ങനെ ഫീൽ ചെയ്തു ചെയ്യാൻ കാരണം ഒന്നാമത് നമ്മുടെ എയ്റ്റഡ് പോർട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ട്വിൻ ഫ്ലെയിമിൻ്റെ കേസസിൽ കാർമിക് എന്തിൻ്റെ കേസസിലും ബേസ് ആയിട്ടുള്ള നമ്മുടെ എനർജീസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കും ചില ചില ട്രിഗേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിരുന്ന് ചിന്തിക്കുകയായിരുന്നു എന്തുകൊണ്ട് ഇത് വന്നു, റൂട്ട് കോസിലേക്ക് ഞാനിരുന്ന് പോവാം. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു ഇതുപോലെ പല ആളുകളും, കാരണം ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ചേച്ചി എനിക്ക് ഭയങ്കര ഡിപ്രഷനായി ഇന്ന്, അല്ലെങ്കിൽ ഇന്ന് ഭയങ്കര പെയിൻ വന്നു, പർജിങ്സ് വന്നു, എന്താ ചെയ്യാൻ അറിയണില്ല, എങ്ങനെ ഞാൻ എൻ്റെ പീസിലേക്ക് കൊണ്ടുവരണം, ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടായിരിക്കില്ല, പുതിയ ബിഗിനേഴ്സ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ സ്പിരിച്വാലിറ്റീനെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ട്രസ് ലെനയെ ഒന്ന് ഫോളോ ചെയ്യുക. അവരൊരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോഴത്തെ റീസെൻറ്റ് ഇൻ്റർവ്യൂസിൽ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് ക്ലാരിറ്റി കിട്ടും. കാരണം ബി പ്രസൻ്റ് ആണ് അവിടെയും പറയുന്നത്. അതിൽ സ്പിരിച്വാലിറ്റി എല്ലാവരും പറയുന്ന ഒന്ന് തന്നെ, നമ്മൾ പ്രസൻറ്റിലായിട്ട് ഇരിക്കുക. പാസ്റ്റ് കഴിഞ്ഞു പോയി, ഫ്യൂച്ചർ നമുക്കുണ്ടോയെന്ന് അറിയില്ല. ഇന്ന് അടുത്ത നിമിഷം ഞാൻ ജീവിച്ചിരിക്കണമെന്ന് നമുക്ക് ഉറപ്പില്ല. ആ ഒരു ഉറപ്പില്ലാത്ത നമ്മളെങ്ങനെയാണ് 5 കൊല്ലത്തെയും 10 കൊല്ലത്തെയും ഫ്യൂച്ചറിലേക്ക് ഫോക്കസ്ഡ് ആവുക? നമുക്ക് ഡ്രീംസ് ഉണ്ടാവാം, അതിനുവേണ്ടി വർക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ഇങ്ങനെ ആവണം, ഇങ്ങനെയാവും, അങ്ങനത്തെ ഒരു എനർജി കൊടുക്കണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കൊരു ഇഷ്യൂ ഉണ്ടെന്ന് വിചാരിക്കാം, അതിനെ വൈ കൊണ്ട് 7 പ്രാവശ്യം നമ്മൾ ചിന്തിക്കുക. വൈ 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 നിങ്ങൾ എഴുതി നോക്കുക. ഞാനിപ്പോൾ ഇരുന്ന് എൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഇരുന്ന് എഴുതി നോക്കിയപ്പോൾ ലാസ്റ്റിൻ്റെ റൂട്ട് കോസിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് മനസ്സിലായി, യെസ് ഇതാണ് എൻ്റെ മെയിൻ ഇഷ്യൂ, ഇതിൽ നിന്നാണ് ഇതൊക്കെ ഉത്ഭവിച്ച് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു പേഴ്സൺ റിജക്റ്റ് ചെയ്തു, അപ്പോൾ നിങ്ങൾ എഴുതുക റിജക്ഷൻ. വൈ, എന്തുകൊണ്ട് എന്നെ റിജക്റ്റ് ചെയ്തു? മേ ബി അവർ പറയുന്നത് ഫിനാൻഷ്യലി നിങ്ങൾ കുറവാണെന്ന്. അപ്പോൾ ഫിനാൻഷ്യൽ ഔട്ട്കം കുറവാണ്. വൈ, എന്തുകൊണ്ട് എനിക്ക് ഫിനാൻഷ്യൽ ഔട്ട്കം കുറഞ്ഞു പോയി? പാരൻസ് അത്ര ഫിനാൻഷ്യലി ഓക്കെ അല്ല. എന്തുകൊണ്ട് അവരങ്ങനെ ഓക്കെ ആയില്ല? മേ ബി അവർ ഡിസിപ്ലിൻഡ് ആയിട്ട് വളർത്തിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ എന്തുകൊണ്ട് അത് ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുണ്ടാവില്ല അവർ. എന്തുകൊണ്ട് അങ്ങനെ ആയൊരു വന്നു? നെക്സ്റ്റ് വഴി ചോദിക്കാം. മേ ബി അവരുടെ പാരൻസ് സ്ട്രിക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പാരൻസ് ഇല്ലാത്തവരായിരിക്കും. അല്ലെങ്കിൽ നെക്സ്റ്റ് വഴി ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോയി നമുക്ക് ലാസ്റ്റ് റൂട്ട് കോസിലേക്ക് എത്തും. ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്ന ഓരോ സിറ്റുവേഷനും വൈ ഇത് ചോദിച്ചു നിങ്ങൾ റൂട്ട് കോസിലേക്ക് എത്തുക. ആ റൂട്ട് കോസിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് ഇഷ്യൂ. അപ്പോൾ അവിടെ നിന്ന് ഹീൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും ചോദിക്കും. ചിലപ്പോൾ വിഷമം വരും. ഞാനിപ്പോൾ ഇത് എഴുതിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ സങ്കടം വന്നു. കാരണം നമുക്കിങ്ങനെ ബാക്കിലേക്ക് പോയപ്പോൾ അതിന് ഉത്തരങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതാണ് ഇഷ്യൂ എന്ന് മനസ്സിലാവും. സങ്കടം വരാം, നോ ഇഷ്യൂ, പർജ് ചെയ്യാം. ചിലവർ കരയാനും പേടിക്കുന്നവരുണ്ട്. എന്തിനാണ് അത് പേടിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കരച്ചിൽ വന്നാൽ കരയുക, ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കുക. നമ്മളുടെ ഇമോഷന് നമ്മളല്ലാതെ ആരാ അതിനെ ടേക്ക് കെയർ ചെയ്യാൻ സാധിക്കുക? അതിങ്ങനെ പിടിച്ച് വെച്ച് ഇങ്ങനെ എന്താ പറയുക, നമുക്കൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറും. നിങ്ങൾക്ക് ജെന്യുവനായിട്ട് നിങ്ങൾക്ക് ഒരാൾ ഫീലിങ്സ് തോന്നുന്നു, എനിക്ക് ഫീലിങ്സ് തോന്നി, അതിനിപ്പോൾ അങ്ങനെ എനിക്കങ്ങനെയൊന്നും ഇല്ല, പക്ഷെ ഉള്ളിലുണ്ടായിരിക്കും അതിങ്ങനെ. അപ്പോൾ അവർക്ക് കൺഫ്യൂസ്ഡ് ആവും, മനസ്സിലായി? അപ്പോൾ നിങ്ങളൊരു ഫേക്ക് ആയിട്ടൊരു പേഴ്സണായിട്ട് പുറത്തേക്ക് മാറിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ ഫേസ് ചെയ്യുക. ഇഷ്യൂസസ് വന്ന് ഇതുപോലെ വൈ ടെക്നിക്ക് യൂസ് ചെയ്യുക. എന്തുകൊണ്ട്, അതുപോലെ എവിടെയാണ് എനിക്ക് ഇഷ്യൂ വന്നത്, അല്ലെങ്കിൽ വാട്ട്, വെൻ, വേർ, അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ വൈ എന്ന് ചോദിച്ച് ലാസ്റ്റ് ഉത്തരത്തിലേക്ക് എത്തും. ഉത്തരം ലാസ്റ്റ് എത്തും. ഇങ്ങനെ നിങ്ങൾ ടെക്നിക്ക് ചെയ്ത് വരുമ്പോൾ നല്ല രീതിയിൽ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. ആ ട്രിഗർ ആയിരിക്കാം, ആ ട്രിഗർ എന്തുകൊണ്ട് വന്നു, അങ്ങനെ ചോദിച്ച് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ കൂടി ഇരിക്കുക. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ള സിറ്റുവേഷൻസ്. ഒരു സിറ്റുവേഷൻസ് നേരെ പോയി ഫ്രണ്ടിൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, ഇത് കരയുമ്പോൾ ആ ഒരു ഫ്രണ്ടിലേക്ക് ഇത് പാസ് ചെയ്ത് പോവുകയാണ്. ബെറ്റർ യു ആസ്ക് യുവർ സെൽഫ് വാട്ട്, വൈ, വെൻ, വേർ, എന്തുകൊണ്ട് എനിക്ക് സംഭവിക്കുന്നു, വൈ മീ, കാരണം എന്താണ്, ആ കാരണം നിങ്ങൾ കണ്ടുപിടിക്കാൻ ഇരിക്കുക. മനസ്സിലായി? ഇപ്പോൾ ഒരാൾ നിങ്ങളെ വാല്യൂ ചെയ്യുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് വാല്യൂ ചെയ്യുന്നത് തോന്നുന്നില്ല? എൻ്റെ ഉള്ളിലത്തെ ഇഷ്യൂ ആണത്. ഞാൻ എന്നെ വാല്യൂ ചെയ്യുന്നില്ല, ഞാൻ എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഞാൻ എൻ്റെ ഇമോഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഞാൻ എൻ്റെ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യുന്നില്ല, എൻ്റെ മൈൻഡ്, എൻ്റെ സോൾ, അല്ലെങ്കിൽ എൻ്റെ ലീനേജിൽ എന്തെങ്കിലും ഇഷ്യൂസസ് ഉണ്ടായിരിക്കും. മീൻസ് ആ ഒരു ആൻസസ്ട്രൽ പാറ്റേണിൽ ഇതൊക്കെ നോക്കി ക്ലിയർ ചെയ്യുക. അത് ചിലവരെ കേട്ടിട്ടുണ്ട്, എൻ്റെ വലിയച്ഛന് ഈ ഒരു അസുഖം ഉണ്ട്, അത് എനിക്ക് പാസ് ചെയ്ത് വന്നു. അതെന്തുകൊണ്ട്? അതിൻ്റെ വലിയച്ഛനുണ്ട്. നമ്മൾ അത് ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജനറേഷനിലേക്ക് നെക്സ്റ്റ് അത് പാസ് ചെയ്ത് പോവുക. അപ്പോൾ അത് പാസ് ചെയ്ത് പോകാനാണോ? അറിവില്ലാത്തവരാണ്.
മാക്സിമം നമ്മൾ നല്ല കർമ്മ മാത്രം ഷെയർ ചെയ്യുക. നമ്മൾ ഒന്നുകൂടി മാക്സിമം നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അത് നമ്മുടെ ജനറ്റിക്കലി കോഡഡായിട്ട് ഇനി നമ്മുടെ പാരൻസിൽ നമ്മുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള മക്കളിലേക്ക് ഇതൊക്കെ പാസ് ചെയ്ത് പോകും. എനിക്ക് കേട്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ അലർജി ഉണ്ട് അവൾക്ക്. അപ്പോൾ ഇങ്ങനെ ഇത് വെച്ചപ്പോൾ എൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടി, എൻ്റെ അനിയത്തിക്ക് കിട്ടിയില്ല, പക്ഷെ വേണ്ടാത്തെല്ലാം എനിക്ക് കിട്ടി. അപ്പോൾ അവിടെ ഒരു അമ്മയോടുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ വന്നില്ലേ, കാരണം മനസ്സിലായോ, അത് അമ്മ അത്ര അറിയുന്നുണ്ടായിരിക്കും. പണ്ടത്തെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി അവെയറാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് ക്യാരി ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക, റിലീസ് ചെയ്യുക. ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് ഇന്ന് കണ്ട ഒരു സംഭവമാണ് ഇന്നർ ചൈൽഡ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ ഷോപ്പിലൊക്കെ കൊണ്ട് ഹെയറൊക്കെ കട്ട് ചെയ്യിപ്പിക്കല്ലേ, അപ്പോൾ അവരോട് എന്ത് വേണ്ട കൊണ്ടുപോകുക, ഹെയർ കട്ട് ചെയ്യാനെന്ന് പറഞ്ഞ് കൊണ്ടുപോകില്ലല്ലോ. അവിടെ പോയിട്ട് ഹെയർ സ്റ്റൈൽ എന്ന് പറയും, ലാസ്റ്റ് മുടി ഫുള്ള് മൊട്ടടിച്ചു. അപ്പോൾ ആ കുട്ടി നോക്കുമ്പോൾ അയ്യോ എൻ്റെ മുടി കാണാമല്ലോ, അപ്പോൾ ഇന്നർ ചൈൽഡ് ഇഷ്യൂ വന്നില്ല, ഇന്നർ ചൈൽഡ് വേദനിച്ചു. അവിടെ എന്താ പിന്നെ അമ്മേനെ വിശ്വസിക്കുമോ, അമ്മ അന്ന് എന്നെ പറ്റിച്ചിട്ടാണ് കൊണ്ടുപോയി, പിന്നെ ഈ അമ്മ എവിടെ കൊണ്ടുപോകണ്ടെങ്കിൽ കുട്ടിയുടെ ഉള്ളിൽ വരിക അമ്മ അന്ന് എന്നെ പറ്റിച്ചു നുണ പറഞ്ഞു, ഇതുപോലെ ഇനി അടുത്ത നുണയ്ക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അമ്മേനോടുള്ള വിശ്വാസം, ആ ബിലീവ് സിസ്റ്റം ഇവിടെ കുറഞ്ഞു. അപ്പോൾ അവർക്ക് തോന്നും എൻ്റെ സ്വന്തം അമ്മ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വരുന്ന പാർട്ട്ണർ അല്ലെങ്കിൽ വരുന്ന ഫ്രണ്ട്സ് എല്ലാവരും ഇതുപോലെ എന്നെ ഫേക്ക് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്നെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നർ സൈഡിലെ കുഞ്ഞെ സംഭവം കെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കുഞ്ഞൊരു സംഭവമായിട്ട് എടുക്കണം. ഇതിങ്ങനെ വലുതായിട്ട് എത്ര പ്രായമായാലും ഇവിടെ കെടുക്കും. ഒരുപാട് പേര് കൗൺസിൽ ചെയ്യുമ്പോൾ ഏതോ ചെറിയ പ്രായത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് അവർക്ക് ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നത്. അവർ എന്നോട് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും എൻ്റെ ലൈഫിൽ ഇങ്ങനെ ചെയ്യുമെന്ന് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് ട്വിൻ ഫ്ലെയിമിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റീനായിട്ടുള്ള നിങ്ങളുടെ ഇമോഷനെ ആക്സസ് ചെയ്യുക. ഇന്നർ ചൈൽഡിനെ മാക്സിമം ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലൈഫിൽ നല്ല മാറ്റങ്ങൾ വരും. ഇന്നർ ചൈൽഡ് ഇഷ്യൂസസ് കൂടുമ്പോഴാണ് നമുക്ക് എന്താഗ്രഹിച്ചാൽ നടക്കാതെയൊക്കെ സിറ്റുവേഷൻസ് വരുന്നത്. അതുകൊണ്ടാണ് സബ് കോൺഷ്യസ് ഹീലിംഗ് ഞാൻ 7th സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് ആയിട്ടായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അതുപോലെ ഞാൻ ഓരോ ടാസ്കുകളും മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു മോട്ടിവേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഊർജ്ജം അല്ലെങ്കിൽ ഒരു എനർജി തരാനുള്ള കാപ്പബിലിറ്റി എനിക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ യെസ്, ഞാനിപ്പോൾ ഹീൽഡായി വന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാവും ഒരാൾ സിറ്റുവേഷൻസ് പറഞ്ഞാൽ ഇതാണ് ഒരു ഇഷ്യൂ എന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു ബോധം ആൻഡ് ഹീലിംഗ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ഏജ് വെച്ചിട്ട് ഈ കുട്ടിക്ക് 27 വയസ്സുള്ളൂ, അവൾക്ക് ഇപ്പോൾ 30-40 വയസ്സ് എന്നെ എങ്ങനെ ഇതാക്കാൻ പറ്റും? എന്താ പറയുക, ഏജിലല്ല മാറ്റർ ചെയ്യുന്നത്, സോളിൻ്റെ ആ ഒരു ഹീലിങ്ങിലാണ്. ആ സോളിൻ്റെ വിസ്തമാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, സോ ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്സ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ ഒരുപാട് ടെക്നിക്സുകളുണ്ട് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്ത് വരാനുള്ളത്. കാരണം ഒരുപാട് പേര് എന്താണെന്നറിയോ, അവരുടെ ലൈഫ് സൂപ്പർ അല്ലെങ്കിൽ മറ്റുള്ള ലൈഫിൽ കയറിയിട്ട് അത് തകർക്കാൻ നോക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതും ഒരു കൈൻഡ് ഓഫ് എന്താണ് നെഗറ്റീവ് എനർജി ഷെയർ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിറ്റുവേഷൻസ് വന്നാൽ ഫസ്റ്റ് നിങ്ങളെ കൂടി ഇരിക്കും. ഒരു ബുക്കും തന്നെ എപ്പോഴും കൈ വയ്ക്കുക, ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ, എഴുതുക, ക്ലെൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ബാക്കിലേക്ക് റൂട്ട് കോസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഹീലിംഗ് കിട്ടും. നിങ്ങൾ ഇത്രയും കൊല്ലം വന്ന് നോക്കാതെ അതിനെ അടച്ചു വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ എവിടൊക്കെ എത്തിയാലും ചെറുതായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ട്രിഗേഴ്സ് കിട്ടാനും ഒരു പീസ്ഫുൾ സ്റ്റേറ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പീസ് അല്ലാത്ത എന്തിനേയും നിങ്ങൾ മാറ്റി നിർത്തുക. അത് മനുഷ്യനായിക്കോട്ടെ, ആളുകളായിക്കോട്ടെ, സ്ഥലങ്ങളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ജസ്റ്റ് അവരെ മാറ്റി നിർത്തുക. കാരണം അവരെ കൂടെ നിർത്തിയത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൻ്റെ പീസ് പോകുന്നുണ്ടെങ്കിൽ അതിൽ എന്താ കാര്യമുള്ളത്? നിങ്ങൾ അവരെ പീസസ് ആക്കുന്നുണ്ടെങ്കിൽ അതൊരു കാര്യമില്ല. മനസ്സിലായോ? സോ നമ്മുടെ ലൈഫിൽ എന്ത് ഇഷ്യൂ വന്നാലും അതിൻ്റെ റൂട്ട് കോസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ഡീപ്പിലേക്ക് പോവുക, ക്ലിയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലൈഫ് സൂപ്പർ നല്ല ക്ലാരിറ്റി കിട്ടും. ഓക്കെ, സോ അതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ട്വിൻ ഫ്ലെയിമിനെ കുറിച്ചിട്ടൊന്നുമല്ല, നല്ല നല്ല മോട്ടിവേഷൻ വീഡിയോസ് കേൾക്കുക നിങ്ങൾ, എസ്പെഷ്യലി ലെനയുടെ ഒക്കെ നല്ല രീതിയിൽ ക്ലാരിറ്റി, ബിക്കോസ് ഷീ ഈസ് ഓൾസോ എ ട്വിൻ ഫ്ലെയിം. എനിക്കത് ട്വിൻ ഫ്ലെയിം ജേർണി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ട്വിൻ ഫ്ലെയിം ആണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലൊന്നും ആളുകൾ ഇതാക്കില്ല. അപ്പോൾ അവരതാണ് അത്രയും നല്ല രണ്ടുപേരും നല്ലൊരു സ്പിരിച്വൽ എനർജിയിൽ പോകുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി കണ്ട സെലിബ്രിറ്റിനെ അവരോട് സംസാരിക്കുമ്പോൾ അവരെ ക്ലാരിറ്റി കണ്ടില്ലേ, അവരുടെ ഫേസിൽ ആ തേർഡ് ഐ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ, അവർ ബി ഇൻ പ്രസൻസ് ആണ്. അതാണ്. അപ്പോൾ നമ്മുടെ ഇന്നർ ചൈൽഡിനെ കൂടുതൽ പാമ്പർ ചെയ്യുക, അതിനെ ഹീൽ ചെയ്യുക, ഇന്നർ ചൈൽഡ് മെഡിറ്റേഷൻസ് നന്നായിട്ട് ചെയ്യാം. ഓക്കെ, സോ അത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാൻ അവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക് യു. നിങ്ങൾക്ക് സബ് കോൺഷ്യസ് ഹീലിംഗ് പ്രോഗ്രാം വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക, ബുക്ക് ചെയ്യുക. സ്ലോട്ട് കുറച്ച് പേർക്കായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഒരുപാട് പേര് വെച്ച് ഹെൽപ്പ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ കുറച്ച് പേരെയാണ്. അപ്പോൾ നിയർലി 10 സ്ലോട്ട്സുകൾ മാത്രമേ
10 പേര് വെച്ചിട്ടാണ് ഹീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ. ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാനും ഹീൽ ചെയ്യാനും ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി 7 ഡേയ്സിന് ശേഷമായിരിക്കും നെക്സ്റ്റ് ഹീലിംഗ്സിൻ്റെ സ്ലോട്ട് ഉണ്ടായിരിക്കും. നല്ല രീതിയിൽ നിങ്ങൾ ചക്രാസ് ബ്ലോക്ക് ആണെങ്കിൽ ഡിസ്റ്റൻറ്റ് ഹീലിംഗിലൂടെ നിങ്ങൾ ചക്രാസ് ആക്ടിവേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും, എനർജീസ് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ക്രിസ്റ്റൽസ്, എൻ്റെ കയ്യിൽ ഒരു ഹെയർ ലോസിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഹെയർ ഗ്രോത്ത്, മുടി ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക് യു.